ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവിനെ കാത്തിരിക്കുന്നവർക്കായി എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 64 4 വാക്യം. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ദൈവത്തിന്റെ കാൽക്കലിരിക്കുന്നത് മധുരമാണ്. നാം അവന്റെ കാൽക്കൽ കാത്തിരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ മധുരമായ ദിവ്യ സാന്നിധ്യം കൊണ്ട് നിറയുന്നു. കാൽവറിയുടെ സ്നേഹം ഒരു നദി പോലെ ആത്മാവിനെ നവീകരിക്കുന്നു. അവന്റെ പാദങ്ങളിൽ സമയം ചെലവഴിക്കുന്നതിന്റെ സമാധാനവും സന്തോഷവും എത്ര അത്ഭുതകരമാണ്. അവന്റെ കാൽക്കലിരിക്കാൻ വിശുദ്ധന്മാർ ഇഷ്ടപ്പെട്ടു. മാർത്തയുടെ സഹോദരിയായ മറിയ യേശുവിന്റെ കാൽക്കലിരുന്ന് അവന്റെ വചനം കേട്ടത് ലൂക്കോസ് 10 39 വാക്യത്തിൽ കാണാൻ കഴിയുന്നു. മറിയ ആ നല്ല ഭാഗം തെരഞ്ഞെടുത്തു. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല എന്ന് തിരുവെഴുത്ത് ലൂക്കോസ് 10 42 വാക്യത്തിൽ പറയുന്നു. ജോൺ വെസ്ലി എല്ലാ ദിവസവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും കർത്താവിന്റെ കാൽക്കലിരുന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. മാർട്ടിൻ ലൂതർ കർത്താവിന്റെ മാർഗനിർദ്ദേശവും ഉപദേശവും തേടുന്നതിനായി കർത്താവിന്റെ സന്നിധിയിൽ ദിവസവും 2-3 മണിക്കൂർ ചെലവഴിച്ചു. ആ സമയങ്ങളെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദൈവഹിതം അറിയാൻ ആ സമയം വളരെ ഉപയോഗപ്രദമാണ്. ദൈവസന്നിധിയിൽ ഞാൻ കാത്തുനിന്നില്ലെങ്കിൽ ആ ദിവസം എനിക്ക് പ്രയോജനമില്ലാത്തതായി തീരും. ഞാനും ദുർബലനായി കാണപ്പെടും. ഒരു ഭക്തൻ പറഞ്ഞു, ഒരു ദിവസം പോലും ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കാൻ ഞാൻ പരാജയപ്പെട്ടാൽ ഞാൻ തന്റെ എല്ലാ ആത്മീയ ശക്തിയും നഷ്ടപ്പെട്ട ഒരാളെ പോലെയാകും. ഊതിക്കെടുത്തിയ ബലൂൺ പോലെയായിരിക്കും. തുടർച്ചയായി 2 ദിവസം കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കാൻ ഞാൻ പരാജയപ്പെട്ടാൽ എന്നെ കാണുന്ന നിമിഷം എന്റെ കുടുംബം അതറിയും. 3 ദിവസം കഴിഞ്ഞാൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കത്തക്കവണ്ണം ഞാൻ ക്ഷീണിതനാകും. പാപങ്ങൾ എന്നെ പിടികൂടും. ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ് ദൈവം നൽകിയിരിക്കുന്നത്. നിങ്ങൾ ആ സമയങ്ങളിൽ നിന്ന് ദശാംശം നൽകുമെങ്കിൽ നിങ്ങൾ കർത്താവിന് 2 മണിക്കൂറും 24 മിനിറ്റും നൽകണം. കർത്താവിന്റെ കാൽക്കൽ കാത്തിരിക്കാനും അവന്റെ സ്തുതികൾ പാടാനും അവൻ സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങളുടെ ആത്മീയ ചെവി തുറന്നിടാനും ആ സമയം ഉപയോഗിക്കുന്നത് ഒരു മഹത്തായ പദവിയായിരിക്കും. സമയവും ദിവസങ്ങളും പാഴാക്കുകയും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും നേരിടുമ്പോൾ മാത്രം കർത്താവിനോട് നിലവിളിക്കുകയും ചെയ്യുന്ന അനേകരുണ്ട്. എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഇത്തരം സംഭവങ്ങൾ അനുവദിച്ചെന്ന് അവർ കർത്താവിനോട് ചോദിക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾ ദിവസവും കർത്താവിന്റെ കാൽക്കൽ സ്ഥിരമായി കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ ശക്തനാകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഫിലിപ്പിയർ 4 19-20 വാക്യങ്ങൾ. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വം. ആമേൻ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ദാനിയേൽ 5, 6, 7 അധ്യായങ്ങൾ. വൈകുന്നേരം 2 യോഹന്നാൻ. ആമേൻ.